ഓണസദ്യ എങ്ങനെ കഴിക്കണം? നല്ല വലിയൊരു ഇല ഇട്ടിട്ട് ഇലയുടെ മുന്നിൽ ചമ്രം അണിഞ്ഞിരുന്ന് നമ്മൾ അതിനകത്ത് ഏകദേശം 18ഓളം കൂട്ടം കറികൾ വിളമ്പി, ആദ്യത്തെ ചോറ് അതോടൊപ്പം പരിപ്പ്, വീണ്ടും ചോറ് അതോടൊപ്പം സാമ്പാർ, മൂന്നാമതും ചോറ് അതോടൊപ്പം പുളിശ്ശേരി, അത് കഴിഞ്ഞ് 4 ഇനം പായസങ്ങൾ. ഈ ഒരു രീതിക്കാണ് വിഭവസമൃദ്ധമായ സദ്യ പോകുന്നത്. ഈ എങ്ങനെ നമ്മൾ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2000 മുതൽ 2200 കാലറി ഒരു ഭക്ഷണത്തിലൂടെ ഉള്ളിലേക്ക് എത്തും. ഇത് ആരോഗ്യകരമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായി നമുക്കൊരു ഓണസദ്യ കഴിക്കണം എന്നുണ്ടെങ്കിൽ അവയുടെ അളവും കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ അളവിലും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ അത്യാവശ്യം രോഗങ്ങൾക്കുള്ളവർക്ക് വരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഓണസദ്യ ആസ്വദിക്കാനായിട്ട് പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ഇലയിൽ ഉണ്ടാകേണ്ടത് അവിയലാണ്. അവിയലും തോരനും പുളിശ്ശേരി അല്ലെങ്കിൽ തൈര് ചേർത്തിട്ടുള്ള 1-2 കറികളുമാണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത്. അച്ചാറുകൾ വീട്ടിലുണ്ടാക്കുന്നത് വേണം. നമ്മളെ കടയിൽ കിട്ടുന്ന ഇൻസ്റ്റന്റ് അച്ചാറുകൾ, കളർ ചേർത്ത, പ്രിസർവേറ്റീവ് ചേർത്ത, ഉപ്പിന്റെ അളവ് വളരെയധികം കൂടിയ അച്ചാറുകൾ ഉപയോഗിക്കരുത്. വീട്ടിലുണ്ടാക്കുന്ന മാങ്ങാക്കറിയോ നാരങ്ങക്കറിയോ ഉപയോഗിക്കുക. മികച്ച പ്രോബയോട്ടിക് ആണ്.